ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇതൊക്കെ പറഞ്ഞു വരുന്നത് ചവിട്ടിക്കൂട്ടി തലയിലിട്ടി തേച്ചളയും ഞാൻ. ഗൈസ്, ഇന്ന് നമ്മളൊരു ഇഫ്താർ വ്ളോഗാണ്. നമ്മളുള്ളത് നമ്മളുടെ ഒരു ഫ്രണ്ടിന്റെ ഇസാനീത് അപ്പാർട്ട്മെന്റിലാണ്. പരിപാടിയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഗംഭീരമായിട്ടുള്ള പരിപാടിയാണ്. വെറൈറ്റി ഓഫ് സ്നാക്സ്, വെറൈറ്റി ഓഫ് ജ്യൂസസ്, വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ്, വെറൈറ്റി ഓഫ് നമുക്ക് ജോർജിയിൽ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ മാക്സിമം സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ജോർജിയനിൽ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ മാക്സിമം ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കി. ഇതൊക്കെ എന്ത് ബാക്കില് കാണാൻ പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമ്മള് വഴികെ കാണിച്ചു തരാം. ഓക്കെ, നമ്മള് ഫസ്റ്റ് പോയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാം. അപ്പൊ നമ്മള് ഒരു സൂപ്പർ മാർക്കറ്റ് പോവാണ്. കാഫോറോ ഫ്രഷ്കോ അങ്ങനെ 1-2 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. നമുക്ക് രണ്ടിടത്ത് പോയേക്കാം. അപ്പൊ എവിടെ നല്ല വെച്ചാൽ അവിടുന്ന് സാധനങ്ങൾ വാങ്ങാം. ഓക്കേ, ലെറ്റ്സ് ഗോ. ഫോളോ മീ. ഹലോ, അസ്സലാമു അലൈക്കും. എന്താ പണി? ആഹാ, എത്ര കിലോ എടുക്കണേ? നമ്മുടെ ഫെബി എടുക്ക്. നല്ല നോക്കി എടുക്കണേ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഫ്യൂസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഇതിന്റെ സൺഫ്ലവർ എന്ന് പറഞ്ഞുള്ള ഫ്ലേവർ ആണ്. ഇത് ചിലവർക്കുള്ള ഇഷ്ടപ്പെടുക, നമ്മക്ക് ഇഷ്ടമാണ്. നമ്മളിത് വാങ്ങും. ഇത് നിങ്ങൾ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ട്രൈ ദിസ് ഗൈസ്. അപ്പോൾ ഇതാണ് ലവാഷ്. ഇത് നമ്മളുടെ നാട്ടിൽ അത്ര കോമൺ അല്ല. മെയിനായിട്ട് നമ്മൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഭയങ്കര കോമൺ ആണ്. ഇവർ ഈ ബ്രെഡ്, നമ്മൾ ഈ ഷവർമ അതിനൊക്കെ യൂസ് ചെയ്യുന്ന, റോളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണിത്. നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ സമൂസ ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പൊ നമ്മള് ഇതെന്താ വെച്ചാൽ നമ്മളെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഷവർമക്ക് മറ്റേ ആ റോള് കിട്ടും. ഇവിടെ അത് അത്ര കോമൺ അല്ല. അപ്പൊ നമ്മൾ ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കേ, ഗൈസ്, ഇതാണ് നമ്മളെ ഫ്രെസ്കോത്തെ ഒരു ഫ്രൂട്ട്സിന്റെ സെക്ഷൻ. നമുക്ക് കാണാം ഫ്രഷ് ഫ്രൂട്ട്സ്. ഇഫ്താറിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, പത്തിരിക്കുള്ളൊരു ഉണ്ട പഴുത്തണ. ഞങ്ങൾക്ക് പണികളും ഇവരത്തൊക്കെ കാണിച്ചു തരാം. കേട്ടോ, ചിലവര് പണിയെടുക്കണവരെ അഭിനയിക്കാണ്. ഈ കുട്ടിയൊക്കെ അഭിനയിക്കാണെന്നാണ് തോന്നുന്നത്. ഇഷ പത്തിരി വരുത്തുന്നു. ഓക്കേ, ഇത് കാണിച്ചെടുക്ക്. ഈ ഉണ്ട ഉണ്ടാക്കണ്ടേ? ഞാൻ പെർഫെക്റ്റ് ആയിട്ട് പത്തിരി സ്പെഷ്യലിസ്റ്റ്. ഇത് വേവിച്ചില്ലല്ലോ. കഴുകിയ ചിക്കനാ? കഴുകിയ ചിക്കൻ. ഇത് മറ്റേ പൊട്ടാറ്റോ ഫോർ കട്ട്ലേറ്റിന് ഇവിടെ ചിക്കൻ ഒരു വേവിക്കാൻ വെച്ചത്. പിന്നെ CS എന്താ സമൂസക്കുള്ള എന്തോ പണി നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ബിസിയാണ്.
സോ ഗൈസ് ഇത് നമ്മളൊരു സ്പെഷ്യൽ സാധനമാണ്. ഇതെന്താ പറഞ്ഞത്? ബ്രെഡ് പോക്കറ്റ് ഷവർമ. യെസ്, മൂപ്പരുടെ ചിരിയുണ്ട്, അതാണ് നമ്മളെ സ്ഥലത്തിൽ കളയുന്നത്. ഇതെന്താ വെച്ചത് നമ്മളെന്ത് 2 ബ്രെഡ് എന്താ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ പിടിച്ച് നെക്കിയിട്ട് പിന്നെ പൊരിച്ചിട്ട് എന്തൊക്കെ നമ്മള് പറയുന്നുണ്ട്. സംഭവം കറക്റ്റ് ആവുമെന്നും അറിയില്ല. ഇവിടെ വെക്കണ്ടേ? സോ ഗൈസ് ഇതാണ് നമ്മൾ പറഞ്ഞ ലവാഷ്. ഈ ലവാഷ് ഇതാണ് നമ്മളിങ്ങനെ നമ്മളെ സമൂസന്റെ ഓലക്ക് വരും. ജസ്റ്റ് ഇങ്ങനെ സമൂസ ഷീറ്റ് അങ്ങനെ പറയും. ഓലെന്ന് ഈ സർക്കുലർ മോഷനിൽ കിട്ടണത് എന്തോ എങ്ങനെ അതൊന്നല്ല ഗൈസ്. ഇതുണ്ടോ നമ്മള് തന്നെ നമ്മളെ ഷീറ്റ് ആയിട്ട് യൂസ് ചെയ്യണുണ്ടോ? സാധനത്തൊന്ന് കട്ടായ സമൂസന്റെ ഷീറ്റാണ് മാറിക്കും. ഇത് നമ്മള് സമൂസ ഷീറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണതാണ് ലവാഷ്. ഓക്കെ, മറ്റേ മുസമ്പി കഴിച്ച് പിന്നെ സമൂസ നമ്മള് ലവാഷ് കൊണ്ട് ഉണ്ടാക്കിയ സമൂസ ഉണ്ട് കഴിച്ച്. ഇത് പെർഫെക്റ്റ് ആണ്. നാട്ടിലത്തെ നമ്മൾ ആ സമൂസ ഷീറ്റ് യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന സമൂസ മാതിരി തന്നെ അത്ര ക്രിസ്പിയാണ്. നമ്മളിത് ഓ സെറ്റ് ഗൈസ്. ഇനി നമുക്ക് ആ സമൂസ ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് മയണൈസ് ഡിപ്പ് ചെയ്ത്. സോ ഗൈസ് ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്നാക്ക് നമ്മൾ ഉണ്ടാക്കിയത്. ഇതിന്റെ പേരാണ് ബ്രെഡ് പോക്കറ്റ് ഷവർമ. നമ്മൾ 2 ബ്രെഡ്സ് എടുത്തിട്ട് ജോയിൻ ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ഷവർമേൻ്റെ ഫില്ലിങ് നിറച്ചിട്ടുള്ള ഒരു പുതിയൊരു സ്നാക്കാണിത്. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്നും പറയല്ലോ, രക്ഷയില്ല. ഇഫ്താറിന്റെ അഭിപ്രായം? ഇതുവരെ കഴിഞ്ഞ ഏറ്റവും അടിപൊളി ഇഫ്താർ. അടിപൊളി. എന്തൊക്കെയാ കഴിച്ചേ? കട്ട്ലേറ്റ്, ഓക്കെ, പോക്കറ്റ് ഷവർമ. അതാണ് ഉണ്ടാക്കിയത് ശ്രീരാഗും പിന്നെ ഇറ്റാലിയൻ കഴിഞ്ഞല്ലേ? അതിലുണ്ടോ? ഇതാണ് ഇറ്റലി പോയി വന്ന് സ്പെഷ്യലി റെസിപ്പി. ഒരു റീഫ്രഷ്മെന്റ്. അതെ, അപ്പൊ അൽഹംദുലില്ലാ ഹൈർ. അത്ര ഉള്ളു. നിങ്ങൾ നോമ്പ് തുറന്നു. വീണ്ടും നിങ്ങളോ? നോമ്പ് തുറന്നിട്ട് ഞങ്ങളിപ്പോ ചിക്കൻ കറി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇതുണ്ടോ നമ്മള് ഫുഡ് കഴിക്കുമ്പോഴൊക്കെ കാണുന്ന പോകുക നമ്മളെ പോലെ തന്നെയാണ്. ഉള്ളി കട്ട് ചെയ്ത് ആരും അറിയില്ല. നൈസായിട്ട് കറി തുള്ളി കട്ട് ചെയ്ത് ആ കറിയുടെ ടേസ്റ്റ് തന്നെ മാറ്റിയിരുന്നു.
എന്താ പറയാ ഉള്ളി ഞാനാട്ടിയത് ഉള്ളി ഞാനാട്ടിയത്